അസാധ്യമെന്ന് കരുതപ്പെട്ട ഒരു കാര്യം യാഥാർത്ഥ്യമായ ദിവസമാണ് 2009 ജനുവരി 20. ബറാക്ക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായി. ജനാധിപത്യ ചരിത്രത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളിലൊന്ന്. അമേരിക്കയിലെ കറുത്തവരുടെ മക്കളും വെളുത്തവരുടെ മക്കളും സാഹോദര്യത്തിന്റെ കൈകൾ ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസം വരുമെന്ന് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായ ബറാക്ക് ഒബാമ അധികാരത്തിന്റെ യാഥാസ്ഥിക ബിംബമായ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ അവരോധിതനാകുമ്പോൾ വർണ്ണവിവേചനത്തിന്റെ അവസാന കോട്ടമതിലും പൊളിഞ്ഞു വീഴുകയായിരുന്നു. അമേരിക്കയുടെ 44ാമത്തെ പ്രസിഡന്റാണ് ബറാക്ക് ഹുസൈൻ ഒബാമ. 2008 നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ ഒബാമ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ജോൺ മക്കെയിനെ തോൽപ്പിച്ചാണ് പ്രസിഡന്റാകുന്നത്. അമേരിക്ക വൻകരയ്ക്ക് പുറത്തു ജനിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റാണ് ബറാക്ക് ഒബാമ. സ്വാഹിലി ഭാഷയിൽ ബറാക്ക് എന്ന വാക്കിനർത്ഥം അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ്. അമേരിക്കൻ സംസ്ഥാനമായ ഹാവായ് ദ്വീപിലെ ഹോണോലുലുവിൽ 1961 ഓഗസ്റ്റ് 4 ഒബാമയുടെ ജനനം. ആഫ്രിക്കൻ രാജ്യമായ കെനിയയിൽ നിന്നുള്ള ബറാക്ക് ഹുസൈൻ ഒബാമ സീനിയർ ആണ് പിതാവ്. അമ്മ അമേരിക്കയിലെ കാൻസസിൽ ജനിച്ച സ്റ്റാൻലി ആൻ ഡൻഹാം. പിതാവ് കറുത്തവർഗക്കാരനും അമ്മ വെള്ളക്കാരിയും. ആടുമേക്കൽ കുലത്തൊഴിലായ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒബാമ സീനിയറിന് ആദ്യ ഭാര്യയിൽ 2 മക്കളുണ്ട്. ഒരു പ്രത്യേക സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം അമേരിക്കയിൽ കോളേജ് വിദ്യാഭ്യാസത്തിന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. യൂണിവേഴ്സിറ്റി ഓഫ് ഹവായിയിൽ പഠനത്തിനിടെയാണ് അദ്ദേഹം സ്റ്റാൻലി ആൻ ഡൻഹാമിനെ പരിചയപ്പെടുന്നത്. 1961 ഇവർ വിവാഹിതരായി. പുത്രൻ ഒബാമയ്ക്ക് 2 വയസ്സുള്ളപ്പോൾ വിവാഹബന്ധം പിരിഞ്ഞു. ഒബാമ സീനിയർ 1964 കെനിയയിലേക്ക് മടങ്ങിപ്പോയി. സ്റ്റാൻലി ആൻ രണ്ടാമതും വിവാഹിതയായി ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലേക്ക് പോയപ്പോൾ മകൻ ഒബാമയെയും കൂടെ കൊണ്ടുപോയി. 1971 ഹവായിയിൽ മടങ്ങിയെത്തിയ ഒബാമ അമ്മയുടെ മാതാപിതാക്കൾക്കൊപ്പം കഴിഞ്ഞു. 1979 സ്കൂൾ പഠനം പൂർത്തിയാക്കി. ബാല്യകാലത്തെ ഒറ്റപ്പെടലും സഹനങ്ങളും ഒബാമയെ കരുത്തനാക്കി മാറ്റി. മോഡലിംഗിൽ ഭാഗ്യം പരീക്ഷിക്കാൻ ഒബാമ ശ്രമിച്ചു നോക്കിയെങ്കിലും വിജയിച്ചില്ല. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1983 ബിരുദം നേടിയ ശേഷം ഷിക്കാഗോയിൽ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസറായി ജോലി നോക്കി. 1988 ഹാർവാർഡ് ലോ സ്കൂളിൽ ചേർന്നു. ഹാർവാർഡ് ലോ റിവ്യൂ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായി ഒബാമ. നിയമബിരുദം നേടിയ ശേഷം പൗരാവകാശങ്ങൾക്കായി വാദിക്കുന്ന ഒരു നിയമസ്ഥാപനത്തിൽ ചേർന്നു. 1992 മുതൽ 2004 വരെ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ ലോ സ്കൂളിൽ അധ്യാപകനായി. അഭിഭാഷകയായ മിഷേൽ റോബിൻസനെ 1992 വിവാഹം ചെയ്തു. ഇവർക്ക് 2 പെൺമക്കളുണ്ട്. ഇല്ലിനോയി സംസ്ഥാനത്തെ സെനറ്റിലേക്ക് 1997 തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഒബാമയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം. 2005 വരെ ഈ പദവിയിൽ തുടർന്നു. 2005 ഇല്ലിനോയിൽ നിന്ന് US സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ച് വിദേശ നയ രൂപീകരണത്തിൽ പരിചയം നേടി. 2006 അമേരിക്കയിലുടനീളം പല വേദികളിലും പ്രസംഗിച്ചു.
പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വത്തിന് ശ്രമിച്ചാൽ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കി. 2007 ഫെബ്രുവരിയിൽ ഇല്ലിനോയിയിലെ സ്പ്രിംഗ്ഫീൽഡിൽ നടന്ന ഒരു റാലിയിൽ ഒബാമ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. തുടർന്ന് ഇന്റർനെറ്റ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഒബാമ ഫോർ അമേരിക്ക എന്ന പേരിൽ ഒരു പ്രചാരണ ഫോറം രൂപീകരിച്ചു. ഇല്ലിനോയിൽ തന്നെ വിജയിപ്പിച്ച കറുത്തവർഗക്കാരെയും വെള്ളക്കാരിലെ ലിബറലുകളെയും കൂടെ നിർത്താൻ സഹായിക്കുന്ന പ്രചാരണ തന്ത്രത്തിന് രൂപം നൽകി. ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ഭാര്യയും സെനറ്ററുമായ ഹില്ലരി ക്ലിന്റനും ഇതിനിടെ രംഗത്തു വന്നു. സെനറ്റർ ജോൺ എഡ്വേർഡ്സ് ആയിരുന്നു പ്രബലനായ മറ്റൊരാൾ. പാർട്ടി അംഗങ്ങൾക്കിടയിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ വിജയിക്കുന്നയാൾക്കാണ് സ്ഥാനാർത്ഥിത്വം ലഭിക്കുക. ഓരോ സംസ്ഥാനത്തും ആർക്കാണ് ഭൂരിപക്ഷ പിന്തുണ എന്ന് തീരുമാനിക്കാൻ അവലംബിക്കുന്ന 2 മാർഗങ്ങളാണ് പ്രൈമറിയും കോക്കസും. സ്റ്റേറ്റ് ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന പ്രൈമറിയിൽ രഹസ്യ ബാലറ്റിലൂടെ സ്ഥാനാർത്ഥിത്വ മോഹികളിലെ വിജയിയെ കണ്ടെത്തുന്നു. പാർട്ടി ഭാരവാഹികളാണ് കോക്കസ് സംഘടിപ്പിക്കുക. കോക്കസിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ നേരിട്ട് തെരഞ്ഞെടുക്കാറില്ല. ഏതെങ്കിലും സ്ഥാനാർത്ഥി മോഹിയോട് കൂറുള്ള ഡെലിഗേറ്റുകളെയാണ് അവിടെ തെരഞ്ഞെടുക്കുന്നത്. ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും പ്രൈമറി രീതിയും മറ്റ് സംസ്ഥാനങ്ങൾ കോക്കസ് രീതിയും പിന്തുടരുന്നു. പ്രൈമറിയുടെ ആദ്യഘട്ടങ്ങളിൽ ഹില്ലരി വ്യക്തമായ ലീഡ് നേടി. ഒബാമയേക്കാൾ മികച്ചയാൾ ഹില്ലരിയാണ് എന്ന അഭിപ്രായക്കാരായിരുന്നു ആ ഘട്ടത്തിൽ ആഫ്രിക്കൻ അമേരിക്കൻ വംശജർ പോലും. എന്നാൽ ഫണ്ട് ശേഖരണത്തിൽ തുടക്കം മുതൽ ഒബാമ മുന്നിട്ട് നിന്നത് രാഷ്ട്രീയ നിരീക്ഷകരെയൊക്കെ അമ്പരപ്പിച്ചു. നിർണായകമായ അയോവ കോക്കസിൽ വിജയിച്ചതോടെ ഒബാമ മത്സരയോട്ടത്തിൽ ഹില്ലരിക്ക് ഒപ്പമെത്തി. പിന്നീട് സൗത്ത് കരോലിന പ്രൈമറിയിൽ വിജയം നേടി ഒബാമ മുന്നിലായി. അതോടെ എഡ്വേർഡ് മത്സരത്തിൽ നിന്ന് പിന്മാറി. തുടർന്ന് ഹില്ലരിയും ഒബാമയും തമ്മിൽ വാശിയേറിയ മത്സരം നടന്നു. ഹില്ലരി 20 പ്രൈമറികളിലും ഒബാമ 19 പ്രൈമറികളിലും ജയിച്ചു. വലിയ സംസ്ഥാനങ്ങളിൽ ജയിച്ചത് ഒബാമയായിരുന്നു. ഒരാൾ ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ പ്രസിഡന്റാകാൻ സാധ്യതയുള്ളയാൾ, മറ്റേയാൾ ആദ്യത്തെ വനിതാ പ്രസിഡന്റാകാൻ സാധ്യതയുള്ളയാളും. കോക്കസിലൂടെ ഡെലിഗേറ്റുകളെ തെരഞ്ഞെടുക്കുന്ന 17 സംസ്ഥാനങ്ങളിൽ 13ലും ഒബാമ വിജയിച്ചു. അതോടെ ഹില്ലരി മത്സരത്തിൽ നിന്ന് പിന്മാറി. ഡെലവറിൽ നിന്നുള്ള പരിചയസമ്പന്നനായ സെനറ്റർ ജോ ബൈഡനെ തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഒബാമ പ്രഖ്യാപിച്ചു. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചുകൊണ്ട് ഒബാമ നടത്തിയ ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ അമേരിക്കയിൽ അനുകൂല പ്രതികരണങ്ങളുണ്ടാക്കി. തൊഴിലാളി കുടുംബങ്ങളുടെ നികുതി കുറയ്ക്കും, പെട്രോളിയത്തിന് വേണ്ടി പശ്ചിമേഷ്യയെ ആശ്രയിക്കുന്നത് നിർത്തും, എല്ലാവർക്കും സ്വീകാര്യമായ വിധത്തിലുള്ള ആരോഗ്യ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തും, അമേരിക്ക ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും നടത്തുന്ന യുദ്ധങ്ങൾ നിർത്തും എന്നിവയായിരുന്നു ഈ വാഗ്ദാനങ്ങൾ. എന്നാൽ ചെറുപ്പക്കാരിയും സുന്ദരിയുമായ അലാസ്ക ഗവർണർ സാറാ പെയിലിനെ തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ജോൺ മക്കെയിൻ തിരിച്ചടിച്ചു. അഭിപ്രായ വോട്ടെടുപ്പുകളിൽ മക്കെയിൻ നേരിയ ലീഡ് നേടി. അതേസമയം 2008 സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 15 വരെ നടന്ന ടെലിവിഷൻ സംവാദങ്ങളിൽ ഒബാമയാണ് കൂടുതൽ തിളങ്ങിയത്. ഒബാമയുടെ ശാന്തവും ആത്മവിശ്വാസം സ്ഫുരിക്കുന്നതുമായ പെരുമാറ്റം പ്രേക്ഷകരെ ആകർഷിച്ചു. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം
വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9955444222. അമേരിക്കയിലെ സവിശേഷമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായമനുസരിച്ച് ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിക്കുന്ന ഇലക്ടറൽ വോട്ടുകളാണ് വിജയിയെ നിശ്ചയിക്കുക. ആകെയുള്ള 538 ഇലക്ടറൽ വോട്ടിൽ ഒബാമയ്ക്ക് 365 ഇലക്ടറൽ വോട്ടും മക്കെയിന് 173 ഇലക്ടറൽ വോട്ടും ലഭിച്ചു. ഒബാമയ്ക്ക് 53% ജനകീയ വോട്ട് ലഭിച്ചപ്പോൾ മക്കെയിന് കിട്ടിയത് 46%. എന്നാൽ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ ഏകപക്ഷീയമായിരുന്നില്ല മത്സരം. കടുത്ത പോരാട്ടമാണ് നടന്നത്. അധികാരത്തിലേക്കുള്ള പ്രയാണത്തിൽ ഒബാമയ്ക്ക് തടസ്സങ്ങൾ ഏറെയുണ്ടായിരുന്നു. ദൃഢനിശ്ചയത്തോടെയും ബുദ്ധിപൂർവമായ നീക്കങ്ങളിലൂടെയും അവയെല്ലാം തരണം ചെയ്തു. കാലം പശ്ചാത്തലമൊരുക്കിയപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു ഭവിച്ചു. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ആവിഷ്കരിച്ച നൂതനമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രമാണ് ഒബാമയെ വിജയത്തിലെത്തിച്ചത്. മാറ്റത്തിന്റെ ദൂതനാണ് ഒബാമ എന്ന പൊതുബോധം സൃഷ്ടിക്കുന്ന വിധത്തിൽ നിർമ്മിച്ചെടുത്ത പ്രതിച്ഛായയിൽ ആകൃഷ്ടരായ വോട്ടർമാരെ കൗശലപൂർവ്വം ബൂത്തിലെത്തിച്ചു പിടിച്ചെടുത്ത വിജയമാണിതെന്ന് പറയുന്നതാവും കൂടുതൽ ശരി. സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചും പണമൊഴുക്കിയും എങ്ങനെ തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്നതിന്റെ മികച്ച ദൃഷ്ടാന്തം കൂടിയായിരുന്നു ഒബാമയുടെ വിജയം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വിപുലമായ പ്രചാരണത്തിന് 2007 ഫെബ്രുവരിയിലാണ് ഒബാമ തുടക്കം കുറിച്ചത്. സാങ്കേതിക വിദ്യയും ഇന്റർനെറ്റ് പോലുള്ള ആധുനിക സങ്കേതങ്ങളും മുമ്പും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ സംവിധാനത്തിന്റെ പ്രധാന ഉപകരണമായി സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തി ഒബാമ സംഘം ഒരു പടി മുന്നോട്ടുപോയി. ഒബാമയുടെ പ്രചാരണത്തിന് സ്വയം സന്നദ്ധരായി വന്നതാണ് എന്ന ധാരണ വോട്ടർമാരിൽ സൃഷ്ടിച്ചുകൊണ്ട് വോളണ്ടിയർമാരുടെ വിപുലമായ സംഘത്തെ പ്രചാരണത്തിന് നിയോഗിച്ചു. ജനങ്ങളുടെ പ്രതികരണങ്ങൾ അപ്പപ്പോൾ മനസ്സിലാക്കി പ്രചാരണത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ഈ സംഘങ്ങളുടെ സേവനം പ്രയോജനപ്പെടുത്തി. വോട്ടർമാരെ രജിസ്റ്റർ ചെയ്യിക്കാനും എല്ലാവരും പോളിംഗ് ബൂത്തിലെത്തുന്നു എന്ന് ഉറപ്പുവരുത്താനും വോളണ്ടിയർമാർ നല്ലവണ്ണം അധ്വാനിച്ചു. ഫേസ്ബുക്കിന്റെ സഹസ്ഥാപകരിൽ ഒരാളായിരുന്ന ക്രിസ് ഹ്യൂഗ്സ് തന്റെ സ്ഥാപനം വിട്ട് ഒബാമയുടെ പ്രചാരണ സംഘത്തിൽ ചേർന്നതോടെ ഓൺലൈൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുതിയ തലത്തിലെത്തി. ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തി. ഇമെയിലും സെൽഫോണും വെബ്സൈറ്റുകളും ഉപയോഗിച്ച് ഒബാമ സംഘം വോട്ടർമാരെ തങ്ങളുടെ സുഹൃത്തുക്കളാക്കി. ചെറുപ്പക്കാരാണ് ഒബാമയുടെ പ്രചാരണ സംഘത്തിൽ കൂടുതലുണ്ടായിരുന്നത്. മടുപ്പില്ലാതെ അവർ ഉത്സാഹിച്ചു. പ്രചരണത്തിന് പണമൊടുക്കുന്നതിൽ ഒരു പിശുക്കും കാട്ടിയില്ല. മാധ്യമങ്ങളിലും ഓൺലൈനിലും ഒബാമയുടെ പരസ്യങ്ങൾ നിറഞ്ഞു. ഒബാമയുടെ ഫണ്ട് ശേഖരണം മുൻകാല റെക്കോർഡുകളെയെല്ലാം കടത്തിവെട്ടി. $65 കോടി അവർ സമാഹരിച്ചത്. പ്രതിയോഗി ജോൺ മക്കെയിന് അതിന് അടുത്തെങ്ങുമെത്താൻ കഴിഞ്ഞില്ല. എണ്ണയിട്ട യന്ത്രം പോലെ ചിട്ടയായി പ്രവർത്തിക്കുന്നതായിരുന്നു ഒബാമയുടെ പ്രചാരണ സംവിധാനം. വോളണ്ടിയർമാരുടെ വിപുലമായ നെറ്റ്വർക്കായിരുന്നു അതിന്റെ നട്ടെല്ല്. ഉദാഹരണത്തിന് അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിൽ ഒന്നായ ഫ്ലോറിഡയിലെ പ്രചാരണത്തിനായി മാത്രം 19,000 ടീമുകളെ രംഗത്തിറക്കി. ഈ ടീമുകൾ എല്ലാം കൂടി മൊത്തം 2,30,000 വോളണ്ടിയർമാർ. ഈ പ്രചാരണ സംഘങ്ങളെ നിയന്ത്രിക്കാൻ പ്രതിഫലം വാങ്ങി ജോലി ചെയ്യുന്ന 500 ഫീൽഡ് ഓർഗനൈസർമാർ സംസ്ഥാനത്തുണ്ടായിരുന്നു.
ഇതുപോലെ പ്രവർത്തിക്കുന്ന വോളണ്ടിയർ സംഘങ്ങളെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയോഗിച്ചു. കനത്ത മത്സരം നടന്ന സംസ്ഥാനങ്ങളിലെല്ലാം കൂടി 15 ലക്ഷം വോളണ്ടിയർമാരാണ് ഒബാമയ്ക്ക് വേണ്ടി പണിയെടുത്തത്. ഇത്തരത്തിൽ പ്രചണ്ഡമായ പ്രചാരണം നടന്നപ്പോൾ അമേരിക്കയിലെ ജനവികാരം ഒബാമയ്ക്കൊപ്പമാണ് എന്നൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു. വോളണ്ടിയർമാർ വീടുകളിലെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ടു. എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി. പോളിംഗ് ബൂത്തുകൾ എവിടെയാണെന്നുള്ള വിവരങ്ങൾ ധരിപ്പിച്ചു. നേരിട്ട് കാണാൻ സാധിക്കാത്ത വോട്ടർമാരെ ഫോണിൽ വിളിച്ചു. തെരഞ്ഞെടുപ്പ് തീയതി അടുത്തപ്പോൾ വീണ്ടും വിളിച്ച് ഓർമ്മപ്പെടുത്തി. ഏർലി വോട്ടിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്താൻ വോട്ടർമാരെ ഉപദേശിച്ചു. ഒരു വോട്ടും നഷ്ടപ്പെടുകയില്ലെന്ന് ഉറപ്പുവരുത്തി. റിപ്പബ്ലിക്കൻ ശക്തികേന്ദ്രങ്ങളിലെ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ പോളിംഗ് ദിവസം ഒബാമയുടെ വോളണ്ടിയർമാർ ഒബാമയ്ക്ക് വോട്ട് ചെയ്യുക എന്ന പ്ലക്കാർഡുമായി അണിനിരന്നു. ഒബാമയുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റായ myobama.com തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗപ്പെടുത്തി. മുൻ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥിതിവിവരക്കണക്കുകൾ ഉൾപ്പെടെ പ്രചാരണത്തിനാവശ്യമായ വിവരങ്ങളെല്ലാം ഇതിലെ ഡാറ്റാബേസിൽ ഉൾപ്പെടുത്തി. രാജ്യത്തെമ്പാടുമുള്ള ഫീൽഡ് ഓഫീസുകളിലെ കമ്പ്യൂട്ടറുകളുമായി ബന്ധിപ്പിച്ച് ഡാറ്റാബേസിലെ വിവരങ്ങൾ നിരന്തരം പരിഷ്കരിച്ചു. വോളണ്ടിയർമാർക്ക് ഈ ഡാറ്റാബേസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തി. ഓരോരോ വിഷയങ്ങളിൽ ഒബാമയുടെ നിലപാട് എന്തെന്ന് ഈ സംവിധാനം പ്രയോജനപ്പെടുത്തി വോളണ്ടിയർമാർ വോട്ടർമാരെ ധരിപ്പിച്ചു. 80 പേജുള്ള ഒരു ട്രെയിനിംഗ് മാനുവൽ ഫീൽഡ് ഓർഗനൈസർമാർക്കെല്ലാം നൽകിയിരുന്നു. ഓരോ ടീമുകളിലും അംഗങ്ങൾക്ക് ടീം കോർഡിനേറ്റർ, ഡാറ്റ കോർഡിനേറ്റർ, വോളണ്ടിയർ കോർഡിനേറ്റർ, വോട്ടർ രജിസ്ട്രേഷൻ കോർഡിനേറ്റർ, ഹൗസ് മീറ്റിംഗ് കോർഡിനേറ്റർ എന്നിങ്ങനെ വ്യത്യസ്തമായ ചുമതലകൾ ഏൽപ്പിച്ചുകൊടുത്തു. ഏതെങ്കിലും ടീമിന്റെ പ്രവർത്തനങ്ങളിൽ ന്യൂനതകൾ വന്നാൽ അവ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള നിരീക്ഷണ സംവിധാനങ്ങളും ഏർപ്പെടുത്തി. ഒബാമ പ്രസിഡന്റായാൽ സ്വീകരിക്കാൻ പോകുന്ന നികുതി നയം എന്തായിരിക്കും എന്നതിനെപ്പറ്റി ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് ആശങ്കയുണ്ടായിരുന്നു. ഒബാമയുടെ നയങ്ങൾ വിശദീകരിക്കുന്ന ലഘുലേഖകൾ വോട്ടർമാർക്ക് വിതരണം ചെയ്തു. മക്കയിന്റെ നയങ്ങളെക്കാൾ മെച്ചമാണ് ഇവയെന്ന ധാരണ സൃഷ്ടിക്കാൻ പ്രചാരണ സംഘങ്ങൾക്ക് കഴിഞ്ഞു. 2004 സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വോട്ടർമാരെ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് വിലയിരുത്തിയാണ് ഒബാമയുടെ പ്രചാരണ തന്ത്രങ്ങൾക്ക് രൂപം നൽകിയത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസർ റൂത്ത് വേഗ്മൻ, സഹപ്രവർത്തകനായ ഗാൻസ് എന്നിവർ ചേർന്ന് ആവിഷ്കരിച്ച ഒരു ഓർഗനൈസേഷൻ ടീം തിയറി ഇതിന് ആധാരമാക്കി. അയോവ, സൗത്ത് കരോലിന സംസ്ഥാനങ്ങളിലെ പ്രൈമറി തെരഞ്ഞെടുപ്പുകളിൽ ഒബാമ സംഘം ഈ തന്ത്രം പരീക്ഷിച്ചു. രണ്ടിടത്തും ഒബാമ വിജയിച്ചു. എന്നാൽ പരമ്പരാഗത തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രം പരീക്ഷിച്ച ന്യൂ ഹാംഷെയറിൽ പരാജയമായിരുന്നു ഫലം. വിജയിച്ച പുതിയ പ്രചാരണ തന്ത്രം ഉപയോഗിക്കാൻ ഒബാമ തീരുമാനിച്ചു. അതിനായി 23,000 പേർക്ക് പരിശീലനം നൽകി. ജോൺ മക്കെയിനും പ്രചാരണത്തിന് ഹൈടെക് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചെങ്കിലും അത് വിപുലമായിരുന്നില്ല. 2007-2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി അമേരിക്കയിലും ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്ന കാലമായിരുന്നു അത്. ഒബാമ രാജ്യത്ത് മാറ്റം കൊണ്ടുവരുമെന്ന ചിന്ത പലരിലുമുണ്ടായി. വേണ്ടത്ര പരിചയസമ്പത്തില്ലാത്ത റിപ്പബ്ലിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി സാറ പെയ്ലിൻ ചില അബദ്ധങ്ങൾ പറഞ്ഞത് അവരുടെ ജനപ്രീതി പെട്ടെന്നിടിച്ചു. പക്വമതിയായ ജോ ബൈഡനാണ് മികച്ച വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന ധാരണ വോട്ടർമാരിലുണ്ടായി. അഭിപ്രായ വോട്ടെടുപ്പുകളിൽ ഒബാമയും മക്കെയിനും ഏറെക്കുറെ തുല്യനിലയാണ് പാലിച്ചത്. എന്നാൽ ഒബാമ സംഘത്തിന്റെ
ചിട്ടയായ പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലാം മാറ്റിമറിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒബാമയ്ക്ക് ഗംഭീര വിജയം. പരമ്പരാഗത ഡെമോക്രാറ്റിക് സ്റ്റേറ്റുകൾ നിലനിർത്തിയ ഒബാമ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മുൻതൂക്കമുള്ള വിർജീനിയ, നോർത്ത് കരോലിന, ഫ്ലോറിഡ, ഇന്ത്യാന, കൊല്ലോ, കൊളറാഡോ എന്നീ സംസ്ഥാനങ്ങളും പിടിച്ചെടുത്തു. അമേരിക്കൻ ജനത പുതിയ തെരഞ്ഞെടുപ്പ് ചരിത്രമെഴുതി. ഭരണം ഏറ്റെടുത്തയുടൻ തന്നെ ഒബാമ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാൻ നടപടി തുടങ്ങി. അമേരിക്കയുടെ കുപ്രസിദ്ധ തടവറയായ ഗ്വാണ്ടനാമോ ജയിൽ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടതാണ് അദ്ദേഹത്തിന്റെ ആദ്യ നടപടികളിലൊന്ന്. പക്ഷേ US കോൺഗ്രസിന്റെ എതിർപ്പ് മൂലം അത് നടപ്പായില്ല. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിന് കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കുന്ന പുതിയ പുനരുദ്ധാരണ പാക്കേജ് പ്രഖ്യാപിച്ചു. ഇറാഖിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കാൻ നടപടിയെടുത്തു. പാകിസ്ഥാനിൽ ഒളിവിൽ കഴിഞ്ഞ അൽ ഖ്വയ്ദ നേതാവ് ഒസാമ ബിൻ ലാദൻ വധിക്കപ്പെട്ടതും ഒബാമയുടെ ഭരണകാലത്താണ്. 2012 തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മിറ്റ് റോംനിയെ തോൽപ്പിച്ച് ഒബാമ രണ്ടാം തവണയും പ്രസിഡന്റായി. 2017 ജനുവരി 20 അധികാരമൊഴിഞ്ഞ ഒബാമ മികച്ച അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഒരാളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതെന്തായാലും അമേരിക്കൻ ചരിത്രത്തിൽ ബറാക്ക് ഒബാമയുടെ പാദമുദ്ര ഒരിക്കലും മാഞ്ഞുപോകില്ല.